ശ്രീ ജയരാജൻ, ഈ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ, പൊതുവിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജയിലിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയുടെ സ്കോപ്പ് അദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തടവുകാർ കൂടുന്നതിനനുസരിച്ച് ജീവനക്കാർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നത്ര ജീവനക്കാരില്ല, ഡെയിലി വേജസുകാരുണ്ടാകുന്നു, അവർക്ക് അതിനനുസരിച്ച് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നില്ല. അദ്ദേഹം അവസാനം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നു. ഞാനത് താങ്കളുടെ മുമ്പാകെ വെച്ചു എന്നുള്ളത്. ഇവിടെ ഇന്നത്തെ ഈ സംഭവത്തെ നോക്കിയാൽ ഒരു കാര്യം വലിയ ആശ്വാസമായി സമൂഹത്തിന്. പോലീസ് അതിഗംഭീരമായി മികവോടെ പ്രവർത്തിച്ചു, നാട്ടുകാരും അതുപോലെ സഹകരിച്ചു, മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ പിടിക്കപ്പെട്ടു. പക്ഷേ ഈ കണ്ണൂർ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സർക്കാരിന് നാണക്കേടുണ്ടാക്കിയില്ലേ? അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുൻ ജയിൽ DGP അദ്ദേഹം ഉള്ളപ്പോഴാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജയിൽ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്ന് മാത്രമല്ല, പഴയ ജയിലിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ മാറി അത് തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് എന്നുള്ള കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കിയിട്ടുള്ള ബഹുമാന്യ വ്യക്തിയാണ് മുൻ ജയിൽ DGP. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ഈ തരത്തിൽ ജയിൽ ചാടിയത് തീർച്ചയായിട്ടും വലിയ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ജയിൽ വകുപ്പ് അടിയന്തര അന്വേഷണം നടത്തി 4 ഉദ്യോഗസ്ഥന്മാരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ നേരത്തെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ മറ്റ് ഒട്ടേറെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ജയിലിനകത്തുണ്ട്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകളിൽ തന്നെ ആ ക്രിമിനൽ സ്വഭാവം പലതരത്തിലും പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ജയിലിനകത്തുണ്ട്. അവർ സുരക്ഷിതമായി ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ജയിൽ വകുപ്പ് നടത്തേണ്ടത്, സർക്കാർ നടത്തേണ്ടത്. ഈ ഉദ്ദേശ്യത്തെ തുരങ്കം വെക്കും വിധം ചില മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ആസൂത്രിതമായ പ്രചാരവേലിയാണ് നടത്തുന്നത്. ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയാണ്. ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നേരത്തെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ജയിലിനകത്തെ സ്ട്രെങ്ത്ത്, അതായത് തടവുകാരുടെ എണ്ണം കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ മാക്സിമം തടവുകാരെ പാർപ്പിക്കാവുന്നവരുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട് 948. നിലവിലുള്ളത് 1100 തടവുകാരാണ്. 1100 ശിഷ്ടം ഉണ്ടാവും തടവുകാർ. അത് ഓരോ ദിവസവും മാറിയും മറിഞ്ഞു ഇരിക്കും. കാരണം റിമാൻഡ് തടവുകാരൊക്കെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തു പോവും. ശിക്ഷയുടെ അപ്പീൽ വരുമ്പോൾ ചിലർ ആ കേസ് റദ്ദാക്കിയതിൻ്റെ ഫലമായിട്ട് പുറത്തു പോകും. ഇങ്ങനെ 1100ഓളം തടവുകാർ. അപ്പോൾ 948 തന്നെ മാക്സിമം എണ്ണമാണ്. അവിടെ 1100 തടവുകാർ ഇപ്പം തന്നെ ഉണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 217 സ്റ്റാഫ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രെയിനീസ്, അതായത് ഡെയിലി വേസ്, നേരത്തെ ഇവിടെ മുൻ DGP പറഞ്ഞതുപോലെ ട്രെയിനീസായിട്ടുള്ള ആളുകളുണ്ട്. അവർ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഡെയിലി വേസായിട്ടുള്ള ആളുകളുണ്ട് കുറേ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇവിടെ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് നേരെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുക. നേരത്തെ ഇവിടെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തും തടവുകാർ ജയിൽ ചാടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ചിലരെ ഇതേവരെ ജയിൽ ചാടിയവരെ പുറത്ത് അകത്ത് പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കേസുകളും രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. ഇവിടെ മണിക്കൂറുകൾക്കകം ജാഗ്രതയോടുകൂടി പോലീസും ജയിലധികൃതരും, അതാണ് ജയിലധികൃതരും പോലീസുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് എവിടെയെല്ലാം ഇദ്ദേഹം സഞ്ചരിക്കാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജാഗ്രതയോടുകൂടി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പിടിച്ചല്ലോ. ആ പിടിച്ച പോലീസിനെ അഭിനന്ദിക്കുന്നതിന് പകരം ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തോടുകൂടി പ്രചരണങ്ങൾ നടത്തുക. ഒരു സംസ്ഥാനത്തിലെ BJPയുടെ ഒരു നേതാവ് ഈ ജയിൽ ചാട്ടത്തെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയാണല്ലോ, അവിടെ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉള്ള ആളുകളെപ്പറ്റി സംശയമുണ്ട് എന്ന നിലക്ക് പ്രചരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള വശത്തെ ആലോചിക്കുന്നതിന് പകരം രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിത താല്പര്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത് അങ്ങേയറ്റം സമൂഹദ്രോഹമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. റൈറ്റ്. ഇവിടെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനിയും ധാരാളം തടവുകാർ അവിടെയുണ്ട്. ആ തടവുകാരിൽ തന്നെ വലിയ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്. അത്തരം ആളുകൾ തടവ് ചാടാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്. പൊതുവിൽ സമൂഹവും നല്ല മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ജനങ്ങളിൽ അതിവേഗം ജാഗ്രതയുണ്ടായി. ജനസഹകരണത്തോടുകൂടി ഞാൻ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോവിന്ദ ചാമിയെ കണ്ടെത്താൻ കഴിഞ്ഞു, കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.